മക്കളെ, ഇത് രാവിലെ വന്ന് ഇവിടുന്ന് ചോറ് കഴിക്കുന്ന ഒരു നായ്ക്കുട്ടിയാണ്. അടുത്ത ഒരെണ്ണം കൂടെ വന്ന് കിടപ്പുണ്ട്. അതും പ്രസവിച്ച് കിടപ്പം. ഒരു 10 മണിയായി അതേ ഉള്ളൂ. അതുകൊണ്ട് രാവിലെ ചോറ് വെച്ചില്ല. ഇന്നലത്തെ ചോറാണ് ഇവർക്ക് വെച്ചിരുന്ന് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവർക്ക് ചോറ് കൊടുത്താൽ ബാക്കിയുള്ള പട്ടികളും കണ്ടുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഒന്നാമതോടൊപ്പം വിഷയങ്ങളാണ്, പരാതികളുടെ കൂട്ടായ്മയാണ്. ഓരോരുത്തരും കൊണ്ട് പരാതി കൊടുക്കും. അവരൊക്കെ ഇവിടെ തിരക്കത്തിന് വരുമോ, ഇവിടെ എന്തൊക്കെയോ വിഷയങ്ങളാണ്. പട്ടിക്ക് ചോറ് കൊടുക്കുന്നെന്നും പറഞ്ഞ് ഒന്നും ഒരു സമാധാനമില്ല മക്കളെ. എങ്കിലും ഇവർക്ക് ആര് കൊടുക്കും? നമ്മുടെ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വിട്ടിരിക്കുന്ന ജീവികൾ, അവർക്കും നമ്മൾ കൊടുത്തെങ്കിലല്ലേ ഉള്ളു. ഈ കൊടുക്കാത്തവർ കൊടുക്കണ്ട, ഈ കൊടുക്കുന്നവർ വിലക്കുന്നത് എന്തിനാ? അപ്പോൾ നിങ്ങൾക്ക് രാത്രി 10 മണി 12 മണി 11 മണി കഴിഞ്ഞ് 12 മണി 2 മണി വരെയൊക്കെ കാത്തിരുന്ന് ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കുന്നത്. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്നോർത്ത്. എപ്പോഴും അധികം ജനവാസമുള്ള സ്ഥലമല്ല ഇത്. എങ്കിലും കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. അവരൊക്കെ 10-11 മണിയൊക്കെ ആകുമ്പോഴത്തേന് ആൾക്കാർ അങ്ങനെ എപ്പോഴും പോകുന്ന സ്ഥലവുമല്ല. അങ്ങനെ ആ സമയത്താണ് ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കുന്നത്. എങ്കിൽ പോലും പരാതികളാണ്. ഇതിലേ പോകുമ്പം അവരുടെ ദേഹത്ത് അഴുക്ക് പറ്റുന്നു, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ തിരക്കി വരും, ഇവിടെ എന്തോ വിഷയമെന്ന് ചോദിച്ചാൽ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് ഞാനങ്ങ് സങ്കടത്തിലാണ് മക്കളെ. പിന്നെ ഞാൻ ഇവർക്ക് ചോറ് കൊടുക്കാതിരിക്കും. കറ്റുപോയി. ഒരു നേരത്തെ ഭക്ഷണം ആര് കൊടുക്കും? ഒരു മനുഷ്യരും കൊടുക്കത്തില്ല. പണ്ടൊക്കെയാണ് വേസ്റ്റെങ്കിലും റോഡിലൊക്കെ, ഇപ്പം നമ്മളത് നിരോധിച്ചിട്ടുണ്ടല്ലോ, വേസ്റ്റ് ഒന്നും വിടരുതെന്ന്. അങ്ങനെ ഇടാൻ പാടില്ലല്ലോ. അപ്പം ഇവർക്ക് നമ്മൾ ഒരു നേരമേ ഇവർക്ക് ഭക്ഷണം കിട്ടുന്നുള്ളൂ, അതുപോലും കൊടുക്കരുതെന്നും പറഞ്ഞുള്ള വിലക്കാണ് ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനൊക്കെ എനിക്ക് ഉറക്കമില്ല. ഇവർക്ക് കൊടുക്കാതെ എനിക്ക് ഉറങ്ങാനും പറ്റത്തില്ല. കണ്ടില്ല, ഇവരാരും ഒന്നും ചെയ്യത്തില്ല, ഒരു ഉപദ്രവകാരികളെ അല്ല. കണ്ടില്ല, ഞാൻ അവരുടെ ഇടയ്ക്ക് നിന്നാണ് ചോറ്. പക്ഷേ എന്നെ കാണുമ്പോഴാണ് അവർ ഓടുക. അവർക്ക് പേടിയാണ്. കാരണം അവർക്ക് മിച്ചമെന്ന് പറഞ്ഞാൽ കല്ലേറ് മാത്രമേ ഉള്ളൂ. എല്ലാവരും എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ. ഭൂമിയിൽ ഇവരെയും ദൈവം സൃഷ്ടിച്ചു വിട്ടതല്ലേ. മനുഷ്യർ കൊടുക്കാതെ ഇവർ ആർക്ക് കൊടുക്കും? ആര് കൊടുക്കും ഇവർക്ക്? പിന്നെ കൊടുക്കാൻ പറ്റാത്തൊരു കൊടുക്കണ്ട. ഈ കൊടുക്കുന്നവരെ വിലക്കുന്നത് എന്തിനാണ്? അതാണ് എൻ്റെ ഒരു വിഷമം. കണ്ടില്ലേ, എനിക്ക് ഇതുപോലെ ഒരു വിഷമം ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചോറ് കൊടുക്കുന്നതിന് പലരും എൻ്റെ അടുക്ക ഇവിടെ വരുമോ, പല ആൾക്കാർ, ഓരോ വകുപ്പിൽ നിന്നും ആൾക്കാർ വന്ന് പറയുക ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒന്ന്. പക്ഷെ അവർ വരുമ്പോൾ ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ നീറ്റായിട്ട് ഇങ്ങനെ പേപ്പറിൽ ഇട്ട് കൊടുക്കും. രാവിലെ ആകുമ്പോൾ ആ പേപ്പർ എടുത്ത് കത്തിച്ച് കളയും. അപ്പോൾ അതുങ്ങൾ കഷ്ടമല്ലേ? ഈ ജീവികൾ എന്ത് പിഴച്ച് അവത്തുങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് അവർ ഈ കടിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഭക്ഷണം ഒരു നേരത്തെ ആഹാരം നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നുള്ളൂ, അതുപോലും കൊടുക്കരുതെന്ന് വിലക്കായിട്ടാണ് ഇവിടെ വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് പറ മക്കൾ.